നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളേ. ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ ആധികാരികമായ ഇനിയുള്ള തലമുറകൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ ആ പുസ്തകത്തിനുണ്ട്. മാത്രമല്ല മറ്റു പുസ്തകങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള 100 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് മാസാർ എന്നാണ് ജനിച്ചത്, മാസാറിൻ്റെ ആദ്യ ചിത്രം ഏതാണ്, ആദ്യം സംവിധാന ചിത്രമാണ്, അങ്ങനെ 100 ചോദ്യങ്ങൾ. ഭാവിയിൽ PSCക്ക് പോലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിന്ന് വരും. മലയാളത്തിൻ്റെ ഹിറ്റ് മേക്കറായ രാജേന്ദ്രൻ സാറ്, സാറോട് വലിയ ബന്ധമുള്ള പ്രിയപ്പെട്ട രാജേന്ദ്രൻ സാറാണ് ഈ പുസ്തകം ഇന്ന് പ്രകാശനായിട്ട് എത്തുന്നത്. ഇതിൻ്റെ അവതാരിക എഴുതിയത് മലയാളത്തിൻ്റെ ഇക്കാലത്തെ ലെജൻഡായ പ്രിയപ്പെട്ട പത്മശ്രീ ഭരത് ബാലചന്ദ്ര മേനോനാണ്. മേനോൻ സാറ് ഒരു പേജ് എഴുതുള്ളൂ എന്ന് പറഞ്ഞാൽ അവസാനം 3.5 പേജ് എഴുതി. എന്തായാലും ഈ നല്ല നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ തന്നെ ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഇതിന്റെ ലോകം പ്രകാശിപ്പിച്ചിരുന്നു. പുസ്തകമായിട്ട് പ്രകാശനം കഴിഞ്ഞത് വലിയൊരു നിയോഗമായി കാണുന്നു. സാറിന് എല്ലാവിധ ആരോഗ്യസുഖങ്ങളും ഈ ബർത്ത്ഡേയിൽ നേർന്നു പ്രയാസം സംരക്ഷിച്ചു. ഈ പുസ്തകത്തിന്റെ പേര് തന്നെ മധു വസന്തമാണ്. മലയാള സിനിമയോടൊപ്പം മധു, അതായത് മലയാള സിനിമയുടെ ഒപ്പം. കാര്യത്തിൽ ഈ പറയുന്നില്ലേ കുരുമുളക് പോലൊക്കെ വളരെ കുറച്ചാണെങ്കിലും സംഭവം വിപുലമായ പുസ്തകമാണ്. കൂടുതൽ സംഗീത സംവിധാനം ചെയ്യിപ്പിച്ചു. ആമാ സാർ, തീക്കനലിലെ പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ അത്യപൂർവമായ പാട്ടുകൾ. അശ്വരി ചൂടാമണി ഇത്രയും പേര് കണ്ടപ്പോൾ ഞാൻ വിനോദ് എന്ത് പറഞ്ഞാലും പുസ്തകം ചെറുതായിപ്പോയത്. ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷത്തിലാണ് അവസാനം 93-ാമത്തെ ഇവിടെ എത്താനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം പഠിക്കാൻ ഞങ്ങളെല്ലാം സാറും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയാൻ ദീർഘകാലത്തെ ബന്ധം. എൻ്റെ ഗുരുനാഥൻ കൃഷ്ണനാഥൻ സാറോടൊപ്പം ഞാൻ ജോലി ചെയ്യുന്ന കാലം തൊട്ട് സാറുമായിട്ട് അടുത്ത ബന്ധമാണ്. അന്നും എന്നും അദ്ദേഹം എന്നെ ഏത് രീതിയിലാണ് എന്നെ കാണുന്നത് അദ്ദേഹത്തിന് പറയാം. ഞാനത്ര അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിന് ദീർഘായുസ്സ് ഈശ്വരൻ കൊടുക്കട്ടെ. ഈ സാറി ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്. അദ്ദേഹത്തിനെ നമുക്ക് കാണാനും അനുഗ്രഹം പഠിക്കാനും ഒക്കെ ഈശ്വരൻ ഞങ്ങൾക്ക് തന്നൊരു ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിന് എല്ലാവരും ആശംസകളും. സുന്ദര സ്വരധാര ഉണരട്ടെ ഉണരട്ടെ. ഇങ്ങനെ നല്ല ഓർമ്മശക്തിയോടും സന്തോഷത്തോടും ജീവിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മുൻജന്മസുഖം. എന്തായാലും മലയാള സിനിമയുടെ ചരിത്ര പുസ്തകത്തിൽ പറയുന്ന വ്യക്തിക്കുള്ള സ്ഥാനം വളരെ വളരെ വലുതാണ്. അത് ഒരിക്കലും ഈ ആനയുടെ ബന്ധം ആന അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ വരുമ്പത്തിനെ പറ്റി അത് ഒരിക്കലും മലയാള സിനിമയുടെ പ്രിയ എന്ന് പറയുന്ന ഒറ്റ സിനിമ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സംവിധായകൻ എന്ന നിലയിൽ വളരെ സക്സസ്ഫുൾ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന കാലത്ത് ഒരു വില്ലനായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അതിനുള്ള കഴിവും അക്കാലത്ത് അവസാനം എല്ലാ മേഖലകളിലും കൈവച്ച മനുഷ്യൻ സംവിധാനം, തിരക്കഥ, അങ്ങനെ എത്ര മേഖലകളിൽ സിനിമയിൽ എന്തായാലും ഈ പിറന്നാൾ ദിനത്തിലൂടെ എത്താൻ സാധിച്ചത്
എനിക്ക് ഈ പ്രധാനമന്ത്രി ഇരട്ടി മധുരമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ജന്മദിനത്തിലൊക്കെ ഇവിടെ വന്ന് ചേർന്ന് ആലശ്ശേരത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹം കൂടെ മുൻകൈയെടുത്ത് മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് മറിച്ചു മാറ്റിയ KSFTC. അതിൻ്റെ KSFTCയുടെ ചെയർമാനായി ഒന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ മഹാപുണ്യമായ ഈശ്വരൻ ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ.